ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയരുകയാണ്. ഉയർന്നുയർന്ന് അത് 2395 ആ ജലരേഖയിലേക്ക് കാര്യങ്ങൾ എത്തി. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി 2 അടി കൂടി പൊന്തിയാൽ, ജലവിധാനം പൊന്തിയാൽ അത് റെഡ് അലർട്ടായി മാറുകയും ചെയ്യും. ആ അർത്ഥത്തിൽ ആശങ്കകൾക്ക് സ്ഥാനമില്ലെങ്കിൽ പോലും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നത് വാർത്ത മാത്രമല്ല, അത് ഇതപര്യന്തം പ്രയോഗിച്ച് വിജയിച്ചുവെന്ന് ഉറപ്പാക്കാൻ കഴിയാത്ത പദ്ധതി നിർവാഹകരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇടുക്കി ജലനിരപ്പ് 2395 അടി, ഓറഞ്ച് അലർട്ട് എന്ന ശീർഷകത്തിൽ ദേശാഭിമാനി ആ വാർത്ത ആദ്യ വാർത്തയാക്കിയിരിക്കുന്നു. 1-ാം പേജിലെ വാർത്തയുടെ വിശേഷങ്ങൾ ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരമാണ്. ഇടുക്കി ഡാമിൽ ജലനിരപ്പ് 2395 എത്തിയതിനെ തുടർന്ന് അണക്കെട്ടിൻ്റെ സുരക്ഷാ വിഭാഗം അതിജാഗ്രതാ നിർദ്ദേശം നൽകി. ഏതടിയന്തര സാഹചര്യവും നേരിടാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും മുൻകരുതലുകളും എല്ലാം പൂർത്തിയാക്കി. ദുരന്ത നിവാരണ സേനയെയും വിന്യസിച്ചു. സംഭരണിയിലെ ജലനിരപ്പ് 2 അടി കൂടി വർദ്ധിച്ച് 2397 2399 എത്തിയാൽ റെഡ് അലർട്ട് അതായത് അതീവ ജാഗ്രത പ്രഖ്യാപിക്കും. തുടർന്ന് ട്രയൽ റൺ നടത്തും. സംഭരണിയുടെ പൂർണ്ണതോതിലുള്ള ശേഷി 2403 അടിയാണെങ്കിലും 2400 മുമ്പേ അത് ഷട്ടർ ഒരെണ്ണമെങ്കിലും തുറന്ന് ജലം പുറത്തേക്ക് തള്ളാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ഇപ്പോഴും ജാഗ്രതയുടെ മുൾമുനയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടങ്ങുന്ന സംഘം പെരിയാർ പുഴയുടെ 100 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരെ നേരിൽ കണ്ടാണ് അറിയിപ്പ് നൽകുന്നത്. സംഭരണി തുറന്നാൽ നേരിട്ട് ബാധിക്കുന്നത് 40 കുടുംബങ്ങളെ മാത്രമാണ്. മാറ്റിപ്പാർപ്പിക്കാനും ആവശ്യമായ ഇടം കണ്ടെത്തി. ചെറുതോണി ടൗൺ, തടിയമ്പാട്, കരിമ്പൻ, പനംകുട്ടി, പാമ്പ്ള എന്നിവിടങ്ങളിലെത്തിയ ഉദ്യോഗസ്ഥ സംഘം വെള്ളം തുറന്നുവിട്ടാൽ ഒഴുകുന്ന മേഖലയെയും സന്ദർശിച്ചു. നിവാസികളെ മാറ്റിപ്പാർപ്പിക്കാൻ 4 കേന്ദ്രങ്ങളും ഉയർന്ന സ്ഥലത്തുള്ള 4 കേന്ദ്രങ്ങളും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ സർവ്വവിധ സന്നാഹങ്ങളും ഒരുങ്ങിയിരിക്കുന്നു. ആ ഒരുക്കത്തിനിടയിൽ മഴയും ജലവിധാനവും ഒക്കെ കാണിക്കുന്ന ഇന്ദ്രജാലങ്ങളുടെ വരും ദിനങ്ങൾക്കായി കാത്തിരിക്കുകയാണ് കേരളം. ആ വാർത്തയാണ് ഇന്ന് ദേശാഭിമാനി 1-ാം പുറത്ത് ആദ്യ വാർത്തയായി നമുക്ക് തരുന്നത്. ദില്ലിയിൽ നിന്ന് നമ്മെ ഇന്ന് തേടിയെത്തുന്ന വാർത്ത അത് ചില പ്രശ്നങ്ങളുടെ പരിഹാര വാർത്തയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ ബലാത്കാരത്തിന് വിധേയമാകുന്ന പക്ഷം വധശിക്ഷ നൽകാനുള്ള പാസാക്കിയ ഓർഡിനൻസ്, ആ ഓർഡിനൻസ് നിയമമാക്കുന്നതിൻ്റെ ഭാഗമായി ലോക്സഭ അത് ഐക്യകണ്ഠേന അത് ബില്ല് പാസാക്കിയ വാർത്ത മാധ്യമം നമുക്ക് തരുമ്പോൾ കുട്ടികളുടെ മേൽ നടക്കുന്ന അതിക്രമണങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ അതിജീവനത്തിന് പുതിയ നിയമപരമായ ഉപാധികൾ നേടുകയാണ്, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് മനസ്സിലാക്കാം. എല്ലാ പത്രങ്ങളും 1-ാം പുറത്ത് തന്നെ ആ നിയമനിർമ്മാണത്തിൻ്റെ വാർത്ത നമുക്ക് തരുന്നു. കാരണം കത്വ പോലെയുള്ള സംഭവഗതികൾ 7 വയസ്സുള്ള പെൺകുട്ടികൾ പോലും രാഷ്ട്രീയ വീക്ഷണങ്ങൾ പോലും മുൻനിർത്തി പീഡനങ്ങൾക്ക് വിധേയമാകുന്ന സംഭവമായി അത് ലോക മനസാക്ഷിയെ ഞെട്ടിച്ച സാഹചര്യത്തിൽ, ഇന്ത്യയുടെ ധർമാദർശത്തിൻ്റെ തല താണുപോയ ആ സാഹചര്യത്തിൽ പുതിയ നിയമനിർമ്മാണം അനിവാര്യമായി തീരുകയും അതിനുള്ള ശ്രമങ്ങളിലേക്ക് സർക്കാർ നീങ്ങുകയും ചെയ്തു. ഇന്ന് മാധ്യമം എന്ന പത്രം അതിൻ്റെ 1-ാം പേജിൽ തരുന്ന വാർത്ത കാണുക. 12 വയസ്സിൽ താഴെയുള്ളവരെ മാനഭംഗപ്പെടുത്തിയാൽ വധശിക്ഷ. ആ നിലയ്ക്ക് ശിക്ഷാവിധി കൂട്ടിക്കൊണ്ട്
ഈ നിലയ്ക്കുള്ള കുറ്റകൃത്യങ്ങളുടെ പെരുകൽ തടയാൻ കഴിയുമോ എന്നാണ് സർക്കാർ നോക്കുന്നത്. ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം ലഭിച്ചു. രാജ്യസഭയിലും അത് വളരെ ലളിതമായി കടന്നു പോകുമെന്ന് വ്യക്തം. അതുകൊണ്ട് അത് നിയമമായി മാറിത്തീരുക തന്നെ ചെയ്യും. വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നവർക്ക് വധശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന സുപ്രധാന ബിൽ ലോക്സഭ പാസാക്കി. കഴിഞ്ഞ ഏപ്രിൽ 21 ഇറക്കിയ ക്രിമിനൽ നിയമ ഭേദഗതി ഓർഡിനൻസിന് പകരമാണ് ബിൽ. ജമ്മു കാശ്മീരിലെ കത്വയിൽ പെൺകുട്ടിയെ കൂട്ടമാനഭംഗത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ നടുക്കുന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ ഓർഡിനൻസ്. ക്രിമിനൽ നിയമ ഭേദഗതി ബില്ലിനെ വിവിധ പാർട്ടികളിൽപ്പെട്ട അംഗങ്ങൾ പിന്തുണയ്ക്കുകയും ശബ്ദ വോട്ടോടെ പാസ്സാക്കുകയും ചെയ്തെങ്കിലും ഒന്നിനു പിറകെ ഒന്നായി പാർലമെൻറ്റിനെ മറികടന്ന് ഓർഡിനൻസ് ഇറക്കുന്ന രീതിയിൽ വിവിധ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിക്കുകയും ചെയ്തു. എങ്കിലും ഈ ഓർഡിനൻസിനെ സംബന്ധിച്ച് അത് നിയമമാക്കാനുള്ള ബിൽ വളരെ ലളിതമായി അയത്നരഹിതമായി തന്നെ പാർലമെൻറ്റിൽ കടന്നുപോയി, ലോക്സഭയിലേക്ക് കടന്നുപോയി എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. പുതിയ നിയമനിർമ്മാണങ്ങളിലൂടെ ഒരുപക്ഷെ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയുമോ എന്നാണ് സർക്കാർ നോക്കുന്നത്. അതാണ് വാർത്തയായി ഇന്ന് പത്രലോകം നമുക്ക് തരുന്നത്. മോദി എന്ന നേതാവ് അധികാരത്തിലേക്ക് ഉയർന്നതിന് ശേഷം BJPയിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ത് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് പറയാനാകുന്നത് ആ പാർട്ടിയിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ജനപ്രതിനിധികളല്ലാതായി തീർന്നു എന്നതാണ്. 20 സംസ്ഥാനങ്ങളാണ് BJP ഭരിക്കുന്നത് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ അവകാശപ്പെടുമ്പോൾ നാം മനസ്സിലാക്കണം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഗുജറാത്ത്, അതുപോലെ തന്നെ UP നിയമസഭകളിൽ ആ സ്ഥലങ്ങളിലൊന്നും ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥി പോലുമായി തീർന്നില്ല. ആക്കേണ്ടതേ ഇല്ല എന്ന നിലയ്ക്കുള്ള നിലപാട് BJP കൈക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. അഥവാ മുസ്ലിങ്ങൾ ഈ രാജ്യം ഭരിക്കാൻ അയോഗ്യരാണ്, അവർ ഭരിക്കേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ആ സമുദായത്തിൽ നിന്ന് ജനപ്രതിനിധികളെ ആവശ്യമില്ല എന്ന നിലയ്ക്കുള്ള ഒരു ഭാവമാറ്റം, ചുവടുമാറ്റം അത് BJPയിൽ സംഭവിച്ചത് നരേന്ദ്രമോദിയുടെ തീവ്ര ഹിന്ദുത്വ വീക്ഷണങ്ങളിൽ പ്രചോദിതമായ വിഭാഗം അധികാരത്തിലേക്ക് ഉയർന്നതിന് ശേഷമാണ്. അത് ഭരണത്തിലേക്ക് മുസ്ലിങ്ങൾ വരണ്ട എന്നാണ് പറഞ്ഞത് എങ്കിൽ ഇപ്പോൾ നോക്കൂ, ഭരണീയരായിരിക്കുന്ന വിഭാഗങ്ങളിലും മുസ്ലിങ്ങൾ വേണ്ട, ഭരിക്കാനും വേണ്ട, ഭരിക്കപ്പെടാനും വേണ്ട എന്ന രണ്ടാം ഘട്ടത്തിലേക്ക് അത് കടക്കുന്നുവോ, മോദി ചിന്തകൾ കടക്കുന്നുവോ എന്ന് സംശയം ജനിപ്പിക്കുന്ന വാർത്തയാണ് പത്രലോകം തരുന്നത്. ഇന്ന് സിറാജ് എന്ന പത്രം അതിൻ്റെ ലീഡ് വാർത്ത ആക്കിയിരിക്കുന്നത് ആ വിഷയമാണ്. കാണുക, ദേശീയ പൗരത്വ രജിസ്റ്റർ ആസാമിൽ 40 ലക്ഷം പേർക്ക് ഒറ്റയടിക്ക് പൗരത്വം നഷ്ടമായി. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത ആളുകളൊക്കെയാണ്. അതിൻ്റെ ലിസ്റ്റ് റിവൈസ് ചെയ്തപ്പോൾ 40 ലക്ഷം കുടിയേറിയ മുസ്ലിങ്ങളെ ഒറ്റയടിക്ക് അങ്ങ് ഒഴിവാക്കി എന്നതാണ് വാർത്ത. എല്ലാ പത്രങ്ങളും ആ വാർത്ത സവിസ്തരമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഞെട്ടലോടെയാണ് വാർത്താ ലോകം ആ വാർത്തയെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. സിറാജ് എന്ന പത്രത്തിൻ്റെ ആ ലീഡ് വാർത്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി നരേന്ദ്രമോദിയും കൂട്ടരും ഉയർത്തിപ്പിടിക്കുന്ന മുസ്ലിം വിരോധം വളരെ കൃത്യമായും അവരെ പ്രജകളായി പോലും കണക്കാക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന പ്രഖ്യാപനമായി മാറുന്നു എന്ന് സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക് ശേഷം. 40 ലക്ഷം ആസാമികൾക്ക് ഒറ്റയടിക്ക് പൗരത്വം നഷ്ടപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ. ആസാമിലെ 40 ലക്ഷം പേർ കേന്ദ്ര സർക്കാരിൻ്റെ പൗരത്വ രേഖയിൽ നിന്ന് പുറത്ത്. ദേശീയ പൗരത്വ രജിസ്റ്ററി, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ, അതിൽ ഉൾപ്പെടാനായി മൊത്തം 3.29 കോടി പേരാണ് രേഖകൾ സഹിതം അപേക്ഷ നൽകിയത്. ഇതിൽ 2.89 കോടി പേർക്ക് മാത്രമേ ഇന്ത്യൻ പൗരത്വത്തിന് അർഹതയുള്ളൂവെന്ന്
ഇന്നലെ പുറത്തിറക്കിയ പട്ടിക വ്യക്തമാക്കുന്നു. ഇതോടെ 40 ലക്ഷം പേർ സാങ്കേതികമായി ഇന്ത്യക്കാരല്ലാതെ മാറി. എന്നാൽ ഇത് കരട് മാത്രമാണെന്നും അന്തിമ പട്ടിക പിന്നീട് പുറത്തിറക്കുമെന്നും NRC കോർഡിനേറ്ററും രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുമായ ശൈലേഷ് പറയുന്നുണ്ട്. അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്ന് ഉറപ്പിക്കാനാകില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് കണക്കെടുക്കേണ്ടി വന്നത്? അതേ സംബന്ധിച്ചും വാർത്തയുണ്ട്, കാണുക. ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി കുടിയേറിയ മുസ്ലിങ്ങൾ തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കുന്നുവെന്നും ഇത് ജനസംഖ്യാ സന്തുലിതാവസ്ഥ തകർക്കുന്നുവെന്നുമാണ് BJPയുടെ ആരോപണം. അസാമുമായി അതിർത്തി പങ്കിടുന്ന മേഘാലയ, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങൾ പൗരത്വ പട്ടിക പുറത്തുവിടുന്നതിൻ്റെ ഭാഗമായി സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അതായത് ബംഗ്ലാദേശിൽ നിന്ന് വന്ന അവർ മുസ്ലിങ്ങളായിരിക്കും, അവർക്ക് വോട്ടവകാശം ഇവിടെ നൽകേണ്ടതില്ല, അവരെ ഇവിടെ പൗരന്മാരായി കണക്കാക്കേണ്ടതുമില്ല. ചുരുക്കത്തിൽ ട്രംപൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന അങ്ങേയറ്റം നിരുത്തരവാദപരമായ ജനാധിപത്യ വിരുദ്ധമായ വീക്ഷണമാണ് ഇവിടെ മോദിയും ഉയർത്തിപ്പിടിക്കുന്നത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ജിഷ വധം നടന്നത് പെരുമ്പാവൂരിലാണ്. ആ വധത്തിൽ പ്രതിസ്ഥാനത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുമാണ്. ഏകദേശം സമാന സ്വഭാവത്തോടു കൂടിയ മറ്റൊരു കൊലപാതകം പെരുമ്പാവൂർ ഭാഗത്ത് തന്നെ നടന്നിരിക്കുന്നു. അത് പഴയ കൊലപാതകത്തെ കൂടി ഓർമ്മിപ്പിക്കുന്ന സംഭവമായിരിക്കുന്നു. അന്ന് ജിഷയാണെങ്കിൽ ഇവിടെ ഇന്ന് കൊല ചെയ്യപ്പെട്ടത് നിമിഷ. രണ്ടുപേരും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന പെൺകുട്ടികൾ. രണ്ടുപേരെയും കൊന്നത് വിദേശത്ത് നിന്ന് വന്ന, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന പട്ടിണി പാവങ്ങളായ ആളുകളിൽ പെടുന്ന തൊഴിലാളികൾ. മോഷണം തടഞ്ഞ വിദ്യാർത്ഥിനിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. മംഗളം 1-ാം പേജിൽ സചിത്രമായി ആ വാർത്ത തരുന്നു. പ്രതി ബംഗാൾ സ്വദേശിയായ തൊഴിലാളി. മുത്തശ്ശിയുടെ മാല പൊട്ടിച്ചത് തടഞ്ഞ കോളേജ് വിദ്യാർത്ഥിനിയെ മോഷ്ടാവ് കഴുത്തറുത്ത് കൊന്നു. നോർത്ത് അമ്പുനാട് അന്തിനാട് വീട്ടിൽ തമ്പിയുടെ മകൾ നിമിഷ, 22 വയസ്സ്, നിമിഷയാണ് ദാരുണമായി മരിച്ചത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി ബിജു മുള്ളയെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. നിമിഷയുടെ വീടിനടുത്തുള്ള കമ്പനിയിലെ തൊഴിലാളിയാണ് ബിജു. ഇന്നലെ രാവിലെ 10-ന് വീട്ടിലേക്ക് ഓടിക്കയറിയ ഇയാൾ നിമിഷയുടെ മുത്തശ്ശി സാറാമ്മയുടെ മാല പൊട്ടിച്ചോടി. പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരുന്ന നിമിഷ ഓടിയെത്തി തടഞ്ഞപ്പോൾ കത്തി പിടിച്ചു വാങ്ങിയ ബിജു അത് നിമിഷയുടെ കഴുത്തിൽ കുത്തിയിറക്കുകയായിരുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. കൊല്ലപ്പെട്ട നിമിഷയുടെയും കൊന്ന ബിജു മുള്ളയുടെയും വാർത്തയടക്കമാണ് ചിത്രം ഇന്ന് മംഗളം അതിൻ്റെ 1-ാം പേജിൽ തരുന്നത്. അതേ പേജിൽ തന്നെ മംഗളം മഴയുടെ ഭാവിയുടെ പ്രവചനം പറയുന്നു. മഴ ഓഗസ്റ്റ് 2 വരെ തുടർന്നും പെയ്യും എന്നാണ് അതേ സംബന്ധിച്ച വാർത്തയിൽ മംഗളം ഇന്ന് പറഞ്ഞിരിക്കുന്നത്. പത്രങ്ങൾ ഇന്ന് തരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, കുറേ നാളായി പ്രസിഡന്റ് ഇല്ലാതിരുന്ന കേരളത്തിലെ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഒരു പ്രസിഡന്റായി. കുമ്മനം രാജശേഖരൻ, അദ്ദേഹം പ്രസിഡന്റായിരുന്നു. അംഗമല്ലാതെ, ഒരു പാർട്ടിയുടെ അംഗമല്ലാതിരിക്കെ അതിൻ്റെ പ്രസിഡന്റായതിനു ശേഷം അംഗമാകുന്ന ഒരാളായിരുന്നു കുമ്മനം രാജശേഖരൻ. അത് ലോക ചരിത്രത്തിൽ ആദ്യമായിരിക്കും. ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു പാർട്ടിയാണ് BJP. വലിയ ജനാധിപത്യം പറയുന്നുവെങ്കിലും ആളുകൾക്ക് ഇഷ്ടാനിഷ്ടങ്ങളുടെ അകത്ത് മാത്രമാണ് അവിടെ കാര്യങ്ങൾ നടപ്പാക്കുന്നത്. എല്ലാം തീരുമാനിക്കുന്നത് RSSന്റെ കേന്ദ്രമായിരിക്കും. ബാക്കിയെല്ലാം ഒരു നാടകം പോലെ നടന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും. കുമ്മനം രാജശേഖരൻ കേരളം വിട്ടതിന് ശേഷം അതിന് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല. ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള ധാരാളം ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ വടംവലി മൂലം അത് നടക്കാതെ പോയി. ഓരോ ഗ്രൂപ്പും അവരുടെ സ്ഥാനാർത്ഥികളെ മുൻനിർത്തി വിഭാഗീയത വളർത്തിക്കൊണ്ടിരുന്നപ്പോൾ മനം മടുത്ത് കേന്ദ്ര നേതൃത്വം ഒടുവിൽ ഒരു ഗ്രൂപ്പിലും പെടാത്ത താരതമ്യേന സ്വീകാര്യതയുടെ മുഖമുള്ള PS ശ്രീധരൻപിള്ളയെ പ്രസിഡന്റാക്കി കളഞ്ഞു. അതാണ് വാർത്ത കേരള കൗമുദി 1-ാം പേജിൽ വലിയ വാർത്തയായി തന്നിരിക്കുന്നു, സചിത്ര വാർത്തയായി തന്നിരിക്കുന്നു. BJP അധ്യക്ഷ പദവി ശ്രീധരൻപിള്ള പ്രസിഡന്റാവുന്ന 2ാമത്
രണ്ടാം വട്ടമാണ് ശ്രീധരൻപിള്ളയ്ക്ക് രണ്ടാം ഊഴം എന്നാണ് കേരള കൗമുദി പറയുന്നത്. BJP സംസ്ഥാന അധ്യക്ഷനായി അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നിയമിച്ചു. മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണറായി നിയമിതനായ ഒഴിവിലാണിത്. ഇത് രണ്ടാം തവണയാണ് ശ്രീധരൻപിള്ള അധ്യക്ഷ പദവിയിലെത്തുന്നത്. ചെങ്ങന്നൂർ വെൺമണി സ്വദേശിയായ ശ്രീധരൻപിള്ള പന്തളം NSS കോളേജിൽ നിന്ന് ബിരുദവും കോഴിക്കോട് ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും നേടി അഭിഭാഷകനായി പ്രവർത്തിച്ചു വരികയാണ്. അഡ്വക്കേറ്റ് റീത്തയാണ് ഭാര്യ. മക്കൾ അഡ്വക്കേറ്റ് അർജുൻ ശ്രീധർ, ആര്യ അർജുൻ. 2003-2006 വർഷത്തിലാണ് ശ്രീധരൻപിള്ള ഇതിനു മുമ്പ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ശ്രീധരൻപിള്ളയെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കുമോ? ഇന്ന് സിറാജ് എന്ന പത്രം അതിൻ്റെ ഉൾപേജിൽ തരുന്ന വാർത്ത അതത്ര എളുപ്പമായിരിക്കില്ല എന്നാണ്. കാരണം ശ്രീധരൻപിള്ളയ്ക്ക് ഒന്നും എളുപ്പമാകില്ല. സമവായം പാളി, വിഭാഗീയത മൂർച്ഛിക്കും. ഒത്തുതീർപ്പ് എന്ന നിലയിലാണ് ശ്രീധരൻപിള്ളയെ പ്രസിഡന്റ് ആക്കിയതെങ്കിലും BJPയിലെ വിഭാഗീയത അവസാനിക്കുന്നതിന് ലക്ഷണമില്ല. പാർട്ടിയിൽ പോലും ഇല്ലാതിരുന്ന കുമ്മനം രാജശേഖരനെ പ്രസിഡന്റാക്കിയതും ഗ്രൂപ്പിസം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു. അന്ന് നടക്കാത്തത് ശ്രീധരൻപിള്ളയെ കൊണ്ട് സാധിക്കുമോ എന്നാണ് ഗ്രൂപ്പ് നേതാക്കൾ ചിന്തിക്കുന്നത്. ഗ്രൂപ്പുകൾക്ക് പുറത്തു നിൽക്കുന്ന ശ്രീധരൻപിള്ള എപ്രകാരമാണ് ഗ്രൂപ്പുകളിൽ ആഴ്ന്നു നിൽക്കുന്ന BJPയെ നേർവഴിക്ക് നയിക്കുക എന്ന സന്ദേഹം പത്രങ്ങൾ ഇപ്പോഴേ പുറപ്പെടുവിച്ച് കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോകുന്ന വാർത്ത കേരള കൗമുദി ഒന്നാം പുറത്ത് തരുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് രണ്ടാം തവണയാണ് അദ്ദേഹം ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോകുന്നത് എന്നും ഈ വാർത്ത പറയുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക് ശേഷം. വാർത്തയുടെ വിശദാംശങ്ങൾ കേരള കൗമുദിയുടെ ഒന്നാം പേജ് വാർത്ത ഇങ്ങനെ തരുന്നു. വിദഗ്ധ ചികിത്സാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോകുന്നു. ഓഗസ്റ്റ് 19 മുതൽ സെപ്റ്റംബർ 6 വരെ അമേരിക്കയിലെ മിസോട്ടയിലുള്ള മയോ ക്ലിനിക്കിൽ പരിശോധനകൾക്ക് വിധേയനാകും. ഭാര്യ കമല വിജയനും മുഖ്യമന്ത്രിക്ക് ഒപ്പം പോകുന്നുണ്ട് എന്നാണ് ഈ വാർത്ത പറയുന്നത്. ട്രോളന്മാർ സൂക്ഷിക്കുക, അവരെ പിടിക്കാൻ കേരള പോലീസിൽ പ്രത്യേകമായൊരു സെല്ല് തന്നെ വരുന്നു. മാതൃഭൂമി ആ വാർത്ത ലീഡാക്കിയിരിക്കുന്നു. സൈബർ ഗുണ്ടായിസം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സംസ്ഥാനം. കാരണം ആവശ്യത്തിലധികം സാക്ഷരത ദുരിതം ചെയ്യുന്നുവോ സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്ന് ചിന്തിക്കേണ്ടി വരുന്ന രീതിയിലാണ് സൈബർ ഗുണ്ടായിസം വളരുന്നത്. നമുക്ക് ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ ഒരു ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ തോന്നിയ പോലെ എന്തും പ്രകാശിപ്പിക്കാം എന്ന് വിചാരിക്കുന്ന ഇടമായി ഈ സൈബർ ലോകം മാറുമ്പോൾ അവിടെ ഗുണ്ടായിസം സംജാതമാകുന്നു. അവരെ പിടിക്കാൻ വരുന്നു പ്രത്യേക സെൽ എന്നാണ് മാതൃഭൂമി പറയുന്നത്. അത് മാതൃഭൂമി ലീഡ് വാർത്തയുമാക്കിയിരിക്കുന്നു. ആ സെല്ലിന് തച്ചങ്കരിക്ക് ചുമതല. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ആക്രമണങ്ങളെക്കുറിച്ച് പരാതിപ്പെടാം. സെൽ രൂപവൽക്കരണം ഹനാൻ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പി അനിൽകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വാർത്ത തരുന്നത് ഇങ്ങനെ: സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ സൈബർ ആക്രമണങ്ങൾ സംബന്ധിച്ച പരാതികൾ സ്വീകരിക്കാൻ മാത്രമായി നോഡൽ സൈബർ സെൽ രൂപീകരിക്കുന്നു. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ചുമതലയുള്ള DGP ടോമിൻ ജെ തച്ചങ്കരിക്കാണ് ഇതിൻ്റെ ചുമതല. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തുള്ള സൈബർ പോലീസ് സ്റ്റേഷനാണ് നോഡൽ സൈബർ സെല്ലായി മാറുക എന്ന് പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ ഉത്തരവിൽ പറയുന്നു. ആ നിലയ്ക്കാണ് സർക്കാർ ഇപ്പോൾ നീങ്ങുന്നത് എന്ന് ഈ വാർത്ത നമ്മോട് സൂചിപ്പിക്കുന്നു. ഡിജിറ്റൽ സംവിധാനങ്ങൾ വളരെ ലളിതമായി എളുപ്പമായി കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പോൾ നമുക്ക് പണം വാങ്ങാൻ ബാങ്കുകളിലേക്ക് പോകേണ്ട, ATM സന്ദർശിച്ചാൽ മതി. വളരെയധികം സൗകര്യങ്ങൾ ഡിജിറ്റൽ സംവിധാനം നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഈ ഡിജിറ്റൽ സംവിധാനത്തിന് കീഴിൽ നമ്മുടെ അക്കൗണ്ടുകളും പണവുമൊക്കെ സുരക്ഷിതമാണ് എന്ന് പറയാനാവില്ല. നിക്ഷേപം തന്നെ സുരക്ഷിതമല്ല എന്ന നിലയ്ക്ക് കാര്യങ്ങൾ നീങ്ങുന്നതായി മലയാള മനോരമ ഒന്നാം പേജിൽ വാർത്ത തരുന്നു. ഈ അനിശ്ചിതത്വം, ഈ ആശങ്ക ഇതിനു മുമ്പ് തന്നെ സംജാതമായതാണ്. ബാങ്കുകളുടെ പേരിൽ വ്യാജ ആപ്പ്, വ്യക്തിവിവരങ്ങൾ പുറത്ത് ചോർന്നത് 3 ബാങ്കുകളിലെ 10,000 കണക്കിന് പേരുടെ പാസ്വേഡ് ഉൾപ്പെടെയാണ് ചോർന്നിരിക്കുന്നത്.
ക്രെഡിറ്റ് കാർഡ് പരിധി വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ ബാങ്കിൻ്റെ പേരിലുള്ള ഏതെങ്കിലും മൊബൈൽ ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ICICI, HDFC, RBL എന്നീ ബാങ്കുകളുടെ പേരിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിലുണ്ടായിരുന്ന വ്യാജ ആപ്ലിക്കേഷനിലൂടെ സൈബർ തട്ടിപ്പുകാർ ചോർത്തിയത് 10,000-കണക്കിന് അക്കൗണ്ട് ഉടമകളുടെ വിവരങ്ങൾ. ആപ്പിൽ നിന്ന് തട്ടിപ്പുകാർ തങ്ങളുടെ സെർവറിലേക്ക് വിവരങ്ങൾ ചോർത്തുന്നതിനിടെ സുരക്ഷാ പഴുതുകൾ മൂലം ഇവ ഇന്റർനെറ്റിൽ പരസ്യമാവുകയും ചെയ്തു. സ്ലോവാക്യയിലെ സൈബർ സുരക്ഷാ വിദഗ്ധനായ ലൂക്കാസ് സ്റ്റെഫൻകോയാണ് പിഴവുകൾ കണ്ടെത്തിയത്. പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പുകൾ ഉടൻ നീക്കിയെങ്കിലും അതുവരെ ഉപയോഗിച്ചവരുടെ വിവരങ്ങൾ ആരുടെയൊക്കെ പക്കൽ എത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടേയില്ല. അതുകൊണ്ട് വലിയ ആശങ്കയാണ് ആ കാര്യം നിക്ഷേപകരായ ആൾക്കാരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 179 കോടി രൂപയാണ് ഈ നിലയ്ക്ക് ബാങ്കുകളിൽ നിന്ന് വിവിധ അക്കൗണ്ടുകളിലൂടെ തട്ടിയെടുത്തത് എന്ന കാര്യം കൂടി പറയുമ്പോൾ ഈ വാർത്തയുടെ ഗൗരവം എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ. BJP തങ്ങളുടെ ശത്രുക്കളെ കണ്ടെത്താൻ പൗരത്വ രേഖ ഉപയോഗിക്കുന്ന വാർത്ത വന്നിരിക്കെ സിറാജ് എന്ന ന്യൂനപക്ഷ സമുദായ പത്രം ഇന്ന് അതേ സംബന്ധിച്ച് ഒരു മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു. പൗരത്വ രേഖയുടെ മറവിൽ എന്താണ് നടക്കുന്നത് കാണുക. ആസമിലെ പൗരത്വ രജിസ്ട്രേഷൻ കരട് പട്ടിക ഇന്ന് പുറത്തു വന്നപ്പോൾ 40 ലക്ഷം പേർ പുറത്തായിരിക്കുകയാണ്. 3.29 കോടി ജനങ്ങളുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ആസാമിൽ 2.89 കോടി പേർ മാത്രമാണ് അവസാന കരട് പ്രകാരം പൗരന്മാർ. സംസ്ഥാനത്ത് ജനസംഖ്യയിൽ ക്രമാതീതമായ വർധന അനുഭവപ്പെടുന്നതായും ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റമാണിതിന് കാരണമാണെന്നും ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് പൗരന്മാരെ രജിസ്റ്റർ ചെയ്യുന്ന പദ്ധതി നടപ്പാക്കിയത് എന്നാണ് സർക്കാർ വിശദീകരണമെങ്കിലും സംസ്ഥാനത്തെ മുസ്ലിങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ഗൂഢനീക്കമാണ് ഇത് എന്ന് കരുതപ്പെടുന്നു. സംഘപരിവാറിൻ്റെ ഈ ഗൂഢനീക്കം വ്യക്തമാക്കുന്നതാണ് 1955 പൗരത്വ നിയമത്തിൽ ഭേദഗതി നിർദ്ദേശിച്ചുകൊണ്ട് 2016 ജൂലൈയിൽ മോദി സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച ബിൽ. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ 7 രാജ്യങ്ങളിലെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധ, ജൈന മതക്കാർ, പാഴ്സികൾ, ക്രിസ്ത്യാനികൾ എന്നിവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാൻ സർക്കാരിന് അധികാരം നൽകുന്നതാണ് ഈ ബിൽ. ആ ബില്ലിൻ്റെ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്ത് മുസ്ലിങ്ങളെ ഒഴിവാക്കുകയാണ് പുതിയ രീതി. അതാണ് ആശങ്ക പരത്തുന്നതും എന്നാണ് ആസാമിൻ്റെ അനുഭവം പഠിപ്പിക്കുന്നത് എന്ന് ഈ മുഖപ്രസംഗം നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് ഒരു കാര്യം അറിയാം. അതിന് മുന്നിൽ സമരപ്പന്തലുകളുണ്ട്. ആ സമരപ്പന്തലുകളുടെ മുന്നിലാണ് ബസ്സുകൾ ആളുകളെ ഇറക്കാൻ പാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായി മാറുന്നു. ഈ സ്ഥലത്ത് അതിനകത്ത് പെട്ടുപോയാൽ എന്താണ് സംഭവിക്കുക? ഈ ചിത്രം കാണുക. ഇത് സമരപ്പന്തലിനും ബസ്സിനും ഇടയിൽപ്പെട്ട മീൻകാരിയുടെ ദൃശ്യമാണ് നാം കാണുന്നത്. അവരുടെ ബുദ്ധിമുട്ടുകൾ മനോജ് ചേമഞ്ചേരി പകർത്തി ഇന്ന് മെട്രോ മനോരമ നമുക്ക് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.